ആധുനിക കാലത്ത് നാടകത്തിന്റെ ജനപ്രീതിക്ക് ഇടിവ് വന്നിട്ടുണ്ട് എങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ മൂർച്ച കുറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ദഹിക്കാത്ത ചില വെളിപ്പെടുത്തലുകൾ നാടകത്തിൽ കൂടി നടത്തിയതിന്റെ പേരിൽ ഒറ്റപ്പെട്ടുപോയ നാടക സംവിധായകനാണ് റഫീഖ് മംഗലശ്ശേരി. സാഹചര്യം കൊണ്ട് കലോത്സവ വേദിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്ന സംവിധായകൻ. ആ റിപ്പോർട്ടിലേക്ക്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. സംസ്ഥാന കലോത്സവത്തിലേക്ക് ഞാൻ തനിച്ചൊരു യാത്രയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഞാൻ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ സെറ്റിൻ്റെ വണ്ടിയോടൊപ്പമാണ് നാടക വേദിയിലേക്ക് പോവാറ്. ഈ വർഷം തനിച്ചൊരു യാത്രയിലാണ്. കാരണം കിതാബ് നാടകം, ബൗണ്ടറി നാടകം, ഈ നാടകങ്ങളൊക്കെ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വലിയ വിവാദങ്ങൾ, എതിർപ്പുകൾ, ഇതിനെ തുടർന്ന് ഈ വർഷം ഞാൻ കുട്ടികളുടെ നാടകം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിങ്ങലോടുകൂടിയാണ്, വളരെ വേദനയോടുകൂടിയാണ് ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ, ഈ സമൂഹത്തിൻ്റെ പൊള്ളിക്കുന്ന പ്രശ്നങ്ങൾ ഈ സമൂഹത്തോട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ പറയാനുള്ളതെല്ലാം പറയാനുള്ള ഒരു അവകാശം, സ്വാതന്ത്ര്യം എനിക്ക് ഈ നാട്ടിൽ നിന്നോ ഈ സമൂഹത്തിൽ നിന്നോ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വർഷം നാടകം ചെയ്യാതിരുന്നത്. കാരണം കിതാബ് നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാനായില്ല. ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ നാടകം അവതരിപ്പിക്കാനായില്ല. മറ്റൊരു നാടകം ബൗണ്ടറി, വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ആ നാടകം അവതരിപ്പിച്ചത്. അങ്ങനെ നിരന്തരമായി വലിയ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിക്കൊണ്ട് നാടകം കളിക്കേണ്ടതുണ്ടോ ഈ രാജ്യത്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ വേണ്ടത്ര ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലുള്ള വിഷയങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇവിടുത്തെ മതസ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ച് അവരുടെ അനുമതിയോടുകൂടി നാടകം കളിക്കേണ്ട ഗതികേട് നമുക്ക് വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒട്ടുമിക്ക നാടകങ്ങളും വലിയ കയ്യടിയോടുകൂടി, പ്രത്യേകിച്ച് സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്ന കാഴ്ചയാണ് 2016 ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ടത്. ഡ്ർ എന്ന് പറയുന്ന നാടകം അവസാന 5 മിനിറ്റ് സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയായിരുന്നു. അന്ന് ആ നാടകത്തിനായിരുന്നു 1ാം സ്ഥാനം ലഭിച്ചിരുന്നത്. ഒരു പെൺകുട്ടി വളി വിടുന്നതുമായിട്ടായിരുന്നു ആ നാടകത്തിന്റെ സബ്ജക്റ്റ്. വലിയ സദാചാര പ്രശ്നം ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു. തൊട്ടടുത്ത വർഷം ജാതീയതയുമായി ബന്ധപ്പെട്ട് വന്ന നാടകമായിരുന്നു കൊട്ടൻകരിയും, കണ്ണൂരിൽ വെച്ച് കളിച്ച ആ നാടകം. സദസ്സ് പല സീക്വൻസുകളിലും പല സീനുകളും അവതരിക്കപ്പെടുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തൊട്ടടുത്ത വർഷം തൃശ്ശൂർ അവതരിക്കപ്പെട്ട അന്നപ്പെരുമ, ബിഷപ്പിന്റെ നിലവിളിയുമായി വന്ന അന്നപ്പെരുമ, ഈ നാടകം വലിയ കണ്ണീരോടുകൂടിയാണ് ആളുകൾ അതിനെ സ്വീകരിച്ചത്. വലിയ കണ്ണീരായിരുന്നു. കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട് പുറത്തേക്കിറങ്ങുന്ന കാണികളുടെ ചിത്രം വന്ന് ഒട്ടേറെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചതാണ്. അങ്ങനെ തുടർച്ചയായി പേര്, അന്നപ്പെരുമ, കൊട്ടേങ്കരിയും, ബിർ, അങ്ങനെ ഒട്ടേറെ നാടകങ്ങൾ, മിണ്ടാപ്രാണി, പഞ്ചമി റിട്ടേൺസ്, ജിമ്മ്, അങ്ങനെ ബൗണ്ടറി, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാനായി എന്നതിൽ ഞാൻ വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഈ പോക്ക് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടകങ്ങളുമായാണ് ഞാൻ വരാറ്. ഈ വർഷം ഞാൻ വരുന്നത് വല്ലാത്തൊരു വിങ്ങലോടുകൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം കുട്ടികളോ സെറ്റോ വണ്ടികളോ ഒരു അകമ്പടിയും ഇല്ലാതെ ഞാൻ തനിച്ചാണ് വന്നിട്ടുള്ളത്. കാരണം നിരന്തരമായ വിവാദങ്ങളെ തുടർന്നുണ്ടാകുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളും തുടർന്ന്
ഞാൻ ഈ വർഷം നാടകം ചെയ്തിട്ടില്ല. കുട്ടികളുടെ നാടകവേദിയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, 2018 കിതാബ് നാടകം, ഒരു മുസ്ലിം പെൺകുട്ടി ബാങ്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയായിരുന്നു അത്. ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പുകളെ തുടർന്ന് ആ നാടകത്തിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കാനായില്ല. പക്ഷേ ബൗണ്ടറി കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ നമ്മുടെ ഒരു ഇരട്ടത്താപ്പ്, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷം അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇസ്ലാമിസ്റ്റുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്തൊക്കെ വലിയ ശക്തിയോടുകൂടി അല്ലെങ്കിൽ വലിയ തരത്തിൽ നമ്മൾ അതിനൊരു കീഴടങ്ങുന്നൊരവസ്ഥയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം നാടകവേദിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ നാവ് ചൊറിയുന്നുണ്ട്. പറയാനുള്ളത് പറയാനാവാതെ വലിയൊരു ധർമ്മസങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ കലോത്സവ വേദിയിൽ നിന്നും ഇറങ്ങി മലപ്പുറത്തേക്ക് പോകുന്നത്. ഞാനൊരു മലപ്പുറത്തുകാരനാണ്. അപ്പോൾ കൊല്ലത്ത് നിന്ന് ഞാൻ മലപ്പുറത്തേക്ക് പോകുമ്പോൾ പറയാനുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് സമൂഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നതാണ് ഒരു നാടകക്കാരൻ്റെ ധർമ്മം. അത്തരം കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. കാരണം പൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പറയാനാവാതെ തിരിച്ചു പോവുകയാണ് ഞാൻ. കലോത്സവ വേദിക്ക് തീരാ നഷ്ടമാണ് റഫീഖ് മംഗലശ്ശേരിയുടെ പടിയിറക്കം. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും കാത്ത് ഒരു സമൂഹം തന്നെ കാത്തിരിപ്പുണ്ട്. നാടകവേദിയിൽ നിന്നും ക്യാമറാമാൻ ആദർശിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.